വഞ്ചകനാകുന്ന പിശാച് വന്ന് നിങ്ങളുടെ വല്യമ്മച്ചിയെ വഞ്ചിച്ച് വിലക്കപ്പെട്ട കനി ഭുജിച്ച് എനിക്ക് തന്ന് ഞാനും ഭക്ഷിച്ച് താജസിന്റെ വസ്ത്രമെല്ലാം നഷ്ടപ്പെട്ട് അത്തികല കൂട്ടിത്തുന്നി അരയാട് കൊണ്ടാക്കി ദൈവം പതിവ് പോലെ വന്നപ്പോൾ പോയി പാത്ത് ഒളിച്ച്. എന്തിനേറെ എൻ്റെ മക്കളെ, അന്ന് തുടങ്ങിയ കഷ്ടതയാ ഇപ്പോഴത്തെ നിങ്ങളും വിയർക്കുന്ന ഞാനും വിയർക്കുന്ന ദൈവത്തിൽ നിന്ന് അകന്നു പോയത് കൊണ്ടാണ്. നിങ്ങളുടെ അമ്മമാരൊക്കെ നിങ്ങളെ പ്രസവിക്കുമ്പോൾ അലറിക്കരഞ്ഞ പ്രസവിച്ചത്. ഇതിനു മുമ്പ് ഇതൊന്നുമില്ല. ആ മുള്ളും പറക്കാരെ ഇതിന് ശേഷം വന്നതാ. സ്തോത്രം. ആണ്ട കടുവ ഒരാട്ടുംകുട്ടിയെ പിടിച്ചുകൊണ്ട് പോകുന്ന കണ്ടോ, കടിച്ചു കുടയുന്നത്. ഇത് മുമ്പ് ഇതൊന്നും ഇല്ല. സിംഹം ആണ്ട മാനെ പിടിച്ച് കടിച്ചു കീറുന്നു. നേരത്തെ ഇതൊന്നുമില്ല. പാച്ചിലും കുത്തലും തൊടുത്തുകുത്തും ഇതൊന്നും ഇല്ല നേരത്തെ. ദൈവത്തോട് കൂടെ നടന്ന കാലം. എന്നാൽ ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവ വഴി വിട്ട് ദൈവത്തിൽ നിന്ന് അകന്നത് കൊണ്ടായി കാണുന്ന മുഴുവൻ പ്രശ്നങ്ങളും. അതുകൊണ്ട് എൻ്റെ പൊന്നു മക്കള്, നിങ്ങൾക്ക് ലഭിക്കുന്ന ആയുസ് ദൈവത്തോട് കൂടെ നടന്നോ. ഇത് രണ്ടും അനുഭവിച്ച ആളാ ഞാൻ. ആദാം കഥനകഥ പറയാ. ദൈവത്തോട് കൂടെ നടന്നപ്പോഴുള്ള മനോസുഖവും ആമൻ വിടുതലും അനുഭവിച്ച ആളാ. ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോഴുള്ള ദുഃഖവും ദുരിതവും അപ്പച്ചൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇത് രണ്ടും അനുഭവിച്ച വ്യക്തി എന്ന നിലയിൽ എൻ്റെ മക്കളെ നിങ്ങളോട് പറയുക, നിങ്ങൾ ദൈവത്തോട് കൂടെ നടന്നോണം. ദൈവ വഴി വിട്ട് നടക്കരുത്. ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത്. ഈ കാര്യം ആദാം കൊച്ചുമക്കളോടെല്ലാം പറഞ്ഞു കൊടുത്തു. കൊച്ചുമക്കളിൽ എല്ലാവരും ഒന്നും ഉൾക്കൊണ്ടില്ലെങ്കിലും ഹാനോക്ക് അതങ്ങ് ഏറ്റെടുത്തു. ഹാനോക്കിന്റെ ഹൃദയത്തിലൊരു തീരുമാനം കൂടെ ഉണ്ടായെന്നാ പറയുന്നത്. വല്യപ്പച്ചനെ പോലെ, വല്യപ്പച്ചൻ ആദിയിൽ നടന്നതുപോലെ ഞാൻ എൻ്റെ ദൈവത്തോട് കൂടെ നടക്കും. ആ ഹൃദയത്തിൽ തീരുമാനം, നല്ല ആഗ്രഹം. അങ്ങനെ ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് ഈ കൊച്ചനുണ്ടായത്. അപ്പം വെളിപ്പാടും കണ്ട് വെള്ളപ്പൊക്കം. അപ്പം അവന് പേരിട്ടു മധൂശലേക്ക്. അപ്പം ഹാനോക്ക് ചിന്തിച്ചു, വെള്ളപ്പൊക്കവും വരുന്നുണ്ട്, വല്യപ്പച്ചൻ പറഞ്ഞ കാര്യവും എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തോട് കൂടെ നടക്കും. ആ നല്ല ആഗ്രഹത്തെ ദൈവം നിറവേറ്റി. 300 കൊല്ലമായി ഭൂമിയിൽ ദൈവത്തോട് കൂടെ നടന്ന നല്ല ആഗ്രഹം. നല്ല ആഗ്രഹമായതുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ കർത്താവ് ഇറങ്ങി വന്നിച്ച് പറഞ്ഞു, മോനെ ഹാനോക്കെ, ഓ നീ എൻ്റെ കൂടെ നടക്കുകയല്ലയോ? അതെ. ഇപ്പം എത്ര കൊല്ലമായി? ഞാൻ 300 കൊല്ലമായിട്ട് ഈ ഭൂമിയിൽ നടക്കുക. അപ്പം അങ്ങോട്ട് നോക്കിയപ്പോൾ ആണ്ട് അപ്പുറേ ലാമക്ക് എന്ന് പറയുന്ന ഒരുത്തൻ 2 ഭാര്യമാരുമായിട്ട് നടക്കുന്നു. ഇടത്തൊരുത്തി വലത്തൊരുത്തി. അതെ, സില്ലേ. ബുള്ളറ്റിൻ്റെ മുന്നിൽ സില്ല, ബുള്ളറ്റിൻ്റെ പുറകിൽ ഞാനങ്ങ് പറയുക. അതെ, സില്ലയ്ക്ക് ഐസ്ക്രീം മേടിച്ചു കൊടുക്കുന്നു. അവൻ 2 എണ്ണത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. തങ്കച്ചായനും ഞാനും ചന്ദ്രൻ പാസ്റ്ററും ഷിനു പാസ്റ്ററും ഷൂ പാസ്റ്ററും ഒരെണ്ണത്തിനെ തന്നെ, നിങ്ങൾ സത്യം പറ, നമ്മുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചാൽ മെയിൻറ്റെയിൻ ചെയ്ത്, നിങ്ങൾ സത്യം സാവിച്ചാൻ പറഞ്ഞ സത്യം പറ, മിണ്ടുകയല്ല, സത്യം പറ അല്ലേ? കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചാ അങ്ങനെ വേണം. അന്നേരം ഒരുത്തൻ 2 എണ്ണത്തിന് കൂളായിട്ട് കൊണ്ട് കിടക്കുക. അതെ, അയ്യോ അവൻ്റെ കഴിവേ. 2 പേരും കൂടെ ഒരുമിച്ച് കോൾ ചെയ്താൽ ഇവൻ എന്നാ ചെയ്യുമെന്നുള്ളതാ. ഹലോ സില്ല, വിളിക്കാം. അതാ പറഞ്ഞ നമ്മൾ ഒരാളുടെ കോള് തന്നെ എടുക്കുമ്പോൾ മിണ്ടുന്നത്, നിങ്ങൾ എന്തേലും ഒന്ന് പറ. അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിയാച്ചാ നമ്മൾ എന്തോ ഉണ്ടോ, പിന്നെ വിളിക്കാം. അന്നേരം അവൻ 2 കോള് നല്ല കൂളായിട്ട് മനസ്സിലാകുന്നുണ്ടോ? ആദയും ഇപ്പം നിങ്ങളോട് ഇവൻ കീർവാണമൊക്കെ അടിക്കുന്നുണ്ട്. ആദയും സില്ലയുമായുള്ളവര് പെമ്പളയോട് മാത്രം. അപ്പൊ ഈ ഹാനോക്ക് നോക്കിയപ്പോൾ
തൻ്റെ സമകാലികന 2 പെണ്ണുങ്ങളുമായിട്ട് നടക്കുന്നു. ഹാനോക്ക് പറഞ്ഞു, എനിക്ക് അതല്ല വിഷയം, എനിക്ക് ദൈവത്തോടു കൂടെ നടക്കണം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ദൈവത്തോട് ചേർന്ന് നടക്കണം, എനിക്ക് ദൈവത്തോട് കൂടെ നടക്കണം. അപ്പൊ തമ്പുരാൻ പറഞ്ഞു, സുപ്രഭാതത്തിൽ വന്നിട്ട് പറഞ്ഞു, നീ എൻ്റെ കൂടെ നടക്കുകയല്ലേ? അതെ കർത്താവ്, 300 കൊല്ലമായില്ലേ നടക്കാൻ തുടങ്ങിയിട്ട്? അതെ. ആണ്ട് ലാമക്ക് 2 ഭാര്യമാരുമായിട്ട് നടക്കുന്നല്ലോ കർത്താവ്. എനിക്കത് വിഷയമല്ല, എനിക്ക് അവിടുത്തോട് കൂടെ നല്ല ആഗ്രഹം, ഹൃദയത്തിലെ ആഗ്രഹം. തമ്പുരാൻ പറഞ്ഞു, 300 കൊല്ലം നീ ഭൂമിയിൽ എൻ്റെ കൂടെ നടന്നില്ലേ, ഇനി നീ നടക്കണ്ട, ഞാൻ നിന്നെ ഇങ്ങ് എടുക്കുക എന്നും എൻ്റെ കൂടെ. നല്ല ആഗ്രഹത്തെ ദൈവം നിറവേറ്റി വന്ന് എന്നും ഞാൻ ഇനി അവനിലും അവനിനി എന്നിലും ഇന്നുമെന്നും ഞാനിനി അവനിലും അവനിനി എന്നിലുമാ ഓ യേശുവാരിലും ഉന്നതനാമൻ ആത്മസഖാവനേ തായ് മറക്കാമെങ്കിലും എന്നെ മറക്കാം സ്നേഹിതനേ തായ് മറക്കാമെങ്കിലും എന്നെ മറക്കാം സ്നേഹിതനേ ഏവരും എന്നെ കൈവടിഞ്ഞാലോ യേശുദാസൻ അരികിൽ ഏതോ ഖേദവും തീരും ഞാൻ തിരുമാർവിൽ ചാരിടുമ്പോൾ ഏതോ glory മാർവിൽ ചാരിടും മനസ്സമേ ചാരുക ദിനവും ഈ നല്ല സ്നേഹിതൻ മനസ്സമേ ദിനവും ഈ നല്ല സ്നേഹിതൻ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക. നിന്റെ ഹൃദയത്തിലെ നല്ല ആഗ്രഹത്തെ ദൈവം നൽകി തരും. ഹാനോക്കിന് നല്ല ആഗ്രഹമായിരുന്നു, അത് ദൈവം നിറവേറ്റി കൊടുത്തു. ദൈവമക്കൾ നല്ല ആഗ്രഹങ്ങൾ ഉള്ളവരായിരിക്കണം. എനിക്ക് വേറെ പുസ്തകം പഠിക്കണം, അത് നല്ല ആഗ്രഹമാണ്, ദൈവം കൃപ തരും. സ്തോത്രം. എനിക്ക് കുറച്ചുകൂടെ പാട്ട് പഠിക്കണം, ആത്മീക ഗാനങ്ങൾ, ദൈവം കൃപ തരും. എനിക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കണം, ദൈവം കൃപ തരും, നല്ല ആഗ്രഹം നിറവേറ്റും. എനിക്ക് മറ്റുള്ളവരുടെ സുവിശേഷം പറയണം, അത് ദൈവം നിറവേറ്റും. സ്തോത്രം. എനിക്ക് പ്രായമുള്ള മാതാപിതാക്കളെ ഒന്ന് ശുശ്രൂഷിക്കണം, അത്ര ആഗ്രഹം ഉണ്ടോ എന്ന് മുമ്പേ പറഞ്ഞതൊക്കെ സ്തോത്രം. സ്തോത്രം. എനിക്ക് എൻ്റെ അമ്മായിയമ്മ മരിക്കുന്നതിന് മുമ്പ് അവരോട് നല്ല രീതിയിൽ ഇടപെട്ട് അവരെ നന്നായി ശുശ്രൂഷിച്ച് അവർക്ക് വേണ്ട ഒത്താശകളും എല്ലാം ചെയ്തു കൊടുക്കണം. ഇത്ര ആഗ്രഹമില്ലെന്ന് തോന്നുന്നു. എന്നാ പോട്ടെ, ഞാനത് പറഞ്ഞൊരു അലോഗ്യം ഉണ്ടാക്കണ്ട. നല്ല ആഗ്രഹത്തെ ദൈവം. സ്തോത്രം. ഹാനോക്കിന് നല്ല ആഗ്രഹമാ, എനിക്ക് എൻ്റെ ദൈവത്തോട് കൂടെ നടക്കണം. തമ്പുരാൻ പറഞ്ഞു, 300 കൊല്ലം ഇവിടെ നടന്നില്ലേ, ഇനി യുഗായുഗം അവിടെ നടക്കുക. ഭൂമിയിൽ 300 കൊല്ലം യുഗായുഗമായി പ്രിയൻ കൂടെ നാം വാഴും സുദിനം ആസന്നമായി. യുഗായുഗമായി
മാനമായി രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി കാന്തനുമായി വാസം ചെയ്യുവാൻ കാലസമീപമായി പ്രിയരേ. കാന്തനുമായി വാസം ചെയ്യുവാൻ കാലസമീപമായി പ്രിയരേ. കാലസമീപമായി പ്രിയരേ രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ ദൈവം നിവർത്തിക്കട്ടെ. ഹാനോക്കിന്റെ നല്ല ആഗ്രഹത്തെ ദൈവം നിവർത്തിച്ചു. ഞാൻ വിശദീകരിക്കുന്നില്ല. ഇതുപോലൊരു ആഗ്രഹമായിരുന്നു യഹൂദനാകുന്ന മൊർദെഖായിക്ക്. മൊർദെഖായി എസ്തേറിനോട് പറഞ്ഞു, ഈ സമയത്ത് നീ മിണ്ടാതിരിക്കരുത്. നീ മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. വായിച്ച വാക്യം 4:14 ആ ആ ഉദ്ധാരണവും രക്ഷയും യഹൂദനുണ്ടാകും. ആ സ്തോത്രം. യഹൂദന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. ആ ഉണ്ടാകണമെന്നുള്ളതായിരുന്നു മൊർദെഖായിയുടെ ആഗ്രഹം. ഹാമാൻ കടുകുമരമൊക്കെ ഉണ്ടാക്കി വച്ചിരിക്കുക യഹൂദനെ ഒന്നടങ്കം തകർക്കാനും മൊർദെഖായിയെ കടുകുമരത്തിൽ കയറ്റാൻ. പക്ഷെ മൊർദെഖായിയുടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹമാ യഹൂദന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ആ നല്ല ആഗ്രഹത്തെ ദൈവം നിറവേറ്റി. അവിടെ 9-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യത്തിൽ ഒരു നല്ല പ്രയോഗമാണ്. വായിച്ചേ. ആ ആ യഹൂദന്മാരുടെ ശത്രുക്കൾ ആ അപ്പൊ യഹൂദന്മാരുടെ ശത്രുക്കൾ ഇവരുടെ നേരെ പ്രാബല്യം ആശിച്ചതും. അടുത്തത് എങ്ങനുണ്ട്? യഹൂദന്റെ മേൽ ശത്രു പ്രാബല്യം പ്രാപിക്കുമെന്ന വിചാരിച്ചൊക്കെ ഇരുന്നത്. പക്ഷെ നേരെ ദൈവം മറിച്ചു. ദൈവം നേരെ മറിച്ചു. യഹൂദൻ വൈരികളുടെ നേരെ ജയമെടുത്തു. യഹൂദൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിറവിനെ പ്രാപിച്ച് വേർപാട് പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന ദൈവമക്കൾ. നിന്നെ തകർക്കാനും നിന്നെ മുടിക്കാനും ഒക്കെ പലരും നോക്കും. നീ ഒറ്റ കാര്യം ചെയ്താൽ മതി, മുട്ടയിരുന്ന് പ്രാർത്ഥിക്കണം. കേസിന് പോകരുത്, കോടതി പോകരുത്, മെമ്പറോട് നിന്റെ കാര്യം ഒന്നും പറയണ്ട. അതൊക്കെ വേറെ വിഷയങ്ങൾ അവർ കൈകാര്യം ചെയ്തോളും. കുടുംബക്കാർ വന്ന് പറയും, നമുക്ക് പഞ്ചായത്ത് മെമ്പറോടൊന്ന് പറയാം. ആ പിന്നെ മേളിരിക്കുന്ന പുള്ളി എന്തിനാ? നമുക്ക് MLA കണ്ട് ഒക്കെ വേറെ ആൾക്കാർ കണ്ടോളും. അവർ വേറെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചോളും. മന്ത്രിയെ കാണുന്നതിനൊന്നും ഞാനെതിരല്ല. നിങ്ങൾ മെമ്പറെ കാണുന്നവനോ MLA കാണുന്നവനോ മന്ത്രിയെ നമ്മൾ അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുക. പക്ഷെ നിനക്ക് വേണ്ടി വ്യവഹാരം നടത്തുന്ന ദൈവമാണ്. സ്തോത്രം, സ്തോത്രം. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ സ്വർഗത്തിലെ ദൈവമാണ്. ഹല്ലേലൂയ. എന്റെ വാദം ഞാൻ പറയാം. നിങ്ങൾ ഇഷ്ടമുണ്ടോ? നീ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി, മെമ്പർ നിന്റെ മുന്നിൽ വരും. അങ്ങ് എന്നാ വിഷയം എന്നാന്ന് ചോദിച്ചു ഇങ്ങോട്ട് നമ്മൾ വിഷയമായിട്ട് അങ്ങോട്ട് ഓടണ്ട. ദൈവം ഇടപെടുവെന്ന്
MLA നിൻ്റെ വീടിൻ്റെ വാതൊക്കെ വണ്ടി പോകുമ്പം പുള്ളിക്ക് തോന്നി ഇവിടെ നിന്ന് നിർത്തി നിങ്ങളെ ഒന്ന് കണ്ടേച്ച് ദൈവം തോന്നിപ്പിക്കും. ഇവിടെ യഹോശാഫാത്തിനെ വിട്ടുപോകാൻ അരാം സൈന്യത്തിന് ദൈവം തോന്നിപ്പിച്ചെന്നാണ് എഴുതിയേക്കുന്നത്. അങ്ങനെ വേദപുസ്തകത്തിലെ വാക്യം. യഹോശാഫാത്തിനെ വിട്ടുപോകാൻ അരാം സൈന്യത്തിന് ദൈവം തോന്നിപ്പിച്ചു. ദൈവം ചിലരെ തോന്നിപ്പിക്കും. ദൈവം തോന്നിപ്പിച്ചാൽ നിന്റെ മുറ്റത്ത് അവർ വരും. നിന്നോട് ചോദിക്കുക എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ പറയും. നമ്മൾ ആരോടും പറയുമൊന്നും വേണ്ട. ഇങ്ങോട്ട് ചോദിക്കും എന്താ വിഷയം, ദൈവം കൊണ്ടുവരും. നിന്റെ വാതൊക്കെ കൊണ്ടുവരും. രാജാവിൻ്റെ ഉറക്കത്തെ കെടുത്തിയവനാ ദൈവം. അയാൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് എന്ത് ചെയ്തിട്ട് ഉറക്കം വരുന്നില്ല. ഉറക്കഗുളികം കഴിച്ചു. എന്നിട്ടും അന്നെ പറഞ്ഞ് പാലിനകത്ത് മഞ്ഞപ്പൊടി കലക്കി കുടിച്ചാൽ മതി. ആദ്യം 2 ഗ്ലാസ് കുടിച്ചു. എന്നിട്ടും പുള്ളിക്ക് ഉറക്കം വരുന്നില്ല. അന്നേരം പറഞ്ഞ് കാല് തണുത്ത വെള്ളത്തിനകത്ത് ഇങ്ങനെ മുക്കി ഇട്ടുകൊണ്ടിരുന്നാൽ മതി, ഉറക്കം എന്നിട്ടും വരുന്നില്ല. തണുപ്പടിക്കുമ്പോൾ നല്ല വൈകിട്ട് കിടക്കുന്നതിന് മുന്നേ കാല് കഴുകിയാൽ മതി, ഉറക്കത്തിന് നല്ലതാണെന്ന്. എനിക്കതൊന്നും അറിയത്തില്ല, പറഞ്ഞുള്ള അറിവാ. എന്തോ ചെയ്തിട്ടും പുള്ളിക്ക് AC ഫിറ്റ് ചെയ്താൽ മതി എന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടും AC, ഉറക്കമില്ല. ദൈവം തടഞ്ഞതാ ഉറക്കം. പള്ളിമെത്ത കിടന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ടിട്ട് പോലും നമ്മുടെ മെത്ത പോലെ ആന്നാ പുള്ളിയുടെ മെത്ത. നമ്മുടെ മെത്തയുടെ ഇടയ്ക്കിടയ്ക്ക് മുട്ട് പോലിരിക്കുക പുറമേദന കൊണ്ട്. അത് നല്ല മെത്ത, പള്ളി മെത്ത എന്നാ. ഉറക്കം വരുന്നില്ല. ദൈവം അങ്ങ് തടഞ്ഞു. അന്നേരം പറഞ്ഞ ദിനവൃത്താന്ത പുസ്തകം കൊണ്ടുവരാൻ, ഡെയിലി ഡയറി. അതിങ്ങനെ താളം മറിച്ചപ്പോൾ ആ മൊർദെഖായി ചെയ്ത കാര്യം എഴുതിയേക്കുന്നത്. സ്തോത്രം. ദൈവം ചിലത് ചെയ്യും. നമ്മുടെ ആശ്രയമൊക്കെ ദൈവത്തിലായിരിക്കണം. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് പ്രൈസ് ദി ലോർഡ്. ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. അതേ സമയത്തെ ഭയപ്പെടുന്ന ദൈവത്തിന് മഹത്വം. അപ്പൊ ഈ പ്രതിസന്ധി അങ്ങോട്ട് രൂക്ഷമായപ്പോൾ മൊർദെഖായി എന്ന് തൻ്റെ മകളോട് പറയുന്ന ഭാഗമാണ് 4:14. വായിച്ചേ. എസ്തേറിനോട് പറയും, എസ്തേര് നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന്, ഇത് തന്റെ ആഗ്രഹമായി, യഹൂദന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകണം. അതിനാ പറഞ്ഞു ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ. വിവരിക്കുന്നില്ല, ഭാഗമൊന്നും വിവരിക്കുന്നു, നിങ്ങൾക്കറിയാം. എസ്തേറും തോഴിമാരും എന്ന് വേണ്ട, മൊർദെഖായി യഹൂദന്മാരെല്ലാം കൂടെ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സ്തോത്രം. എസ്തേർ നിയമപ്രകാരമല്ലെങ്കിലും വിശ്വാസത്തോടെ രാജാവിന്റെ അരമനയ്ക്കകത്തോട്ട് ചെന്നു. പ്രൈസ് ദി ലോർഡ്. നിയമപ്രകാരം ചില വിഷയത്തിലൊന്നും നമ്മൾ നിയമം നോക്കിയിട്ട് കാര്യം നടക്കുകയല്ല. ചില വിഷയത്തിൽ നീ വിശ്വാസത്തോടെ ഇടപെടണം. ഇപ്പൊ നിയമം കൊണ്ടുവരിക, പെന്തിക്കോസുകാർ മറുഭാഷ പറയരുത്, നിയമം കൊണ്ടുവരിക. എന്നാ ചെയ്യും? അയ്യോ, നിയമമാ മറുഭാഷ, പിന്നെ ഏത് ഭാഷയാ പറയണ്ടേ? ആ നിയമമൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ അത് നിയമത്തിന് വിരുദ്ധമായിട്ട് അങ്ങോട്ട് ചെയ്യും. ഉറക്കെ പ്രാർത്ഥിക്കരുത്. എന്തോ ചെയ്യും. സ്തോത്രം. അങ്ങനെയുള്ള നിയമമൊന്നും വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ അംഗീകരിക്കാനൊക്കത്തില്ല. അപ്പൊ രാജാവ് ഒരു നിയമം വെച്ചു, ആരും അടുത്ത് വരരുന്നത്. പക്ഷെ എസ്തേർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് നിയമപ്രകാരമല്ലെങ്കിലും നേരെ അങ്ങോട്ട് വിശ്വാസത്താൽ ചെന്നു. രാജാവിന് അവളോട് പക്ഷവും പ്രീതിയും തോന്നി. എന്താ കാര്യം എന്നാന്ന് ചോദിച്ചു. നിങ്ങൾക്കറിയാവല്ല, ഭാഗം വിവരിക്കുന്നില്ല. നിന്നോട് പക്ഷം തോന്നും, നിന്നോട് പ്രീതി തോന്നും, ദൈവം തോന്നിപ്പിക്കും. സ്തോത്രം. ദൈവം തോന്നിപ്പിക്കും. എന്തിനേറെ കടുകുമരമൊരുക്കിയ ഹാമാനെ തൂക്കിക്കൊന്നു. യഹൂദ ജനത്തെ ഒന്നടങ്കം നശിപ്പിക്കുവാൻ പദ്ധതിയിട്ട പദ്ധതി ദൈവം അങ്ങ് പൊളിച്ചു. പ്രൈസ് ദി ലോർഡ്. മൊർദെഖായിയുടെ ആഗ്രഹം ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകുമെന്ന അത് അങ്ങനെ തന്നെ ഉണ്ടായി.
ഉണ്ടായെന്ന് മാത്രമല്ല, മൊർദെഖായിക്ക് ലഭിച്ചതോ? ആ 10:3 വായിച്ചേ. യഹൂദനായ മൊർദെഖായി എങ്ങനുണ്ട്? കടുമരത്തെ കയറ്റാനിരുന്നവനാ, ഇപ്പൊ താണ്ട് അഹശ്വേരോശിന്റെ രണ്ടാമൻ. നല്ല ആഗ്രഹത്തെ ദൈവം നിവർത്തിക്കും. നിന്നെ കൊല്ലാനും നശിപ്പിക്കാനും ഒക്കെ ആ ശത്രു പദ്ധതി ഇടുന്നത്. പക്ഷെ നിന്റെ ആഗ്രഹം, കർത്താവിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദൈവം അത് നിറവേറ്റി തരും. അഹശ്വേരോശ് രാജാവിന്റെ എങ്ങനുണ്ട്? രണ്ടാമൻ. പിന്നെ യഹൂദന്മാരിൽ വെച്ച് കൊല്ലാനിട്ടതാ. മഹാനും സഹോദര സംഘത്തിന് ഇഷ്ടനും സ്വജനത്തിന് ഗുണകാംക്ഷയും. എങ്ങനുണ്ട്? ചരമക്കോളത്തിൽ പേര് വരുമെന്ന് ഓർത്തടാ. ഇപ്പൊ രാജ്യത്ത് രണ്ടാമനാക്കി. നിന്റെ നല്ല ആഗ്രഹത്തെ ദൈവം നിറവേറ്റി തരും. സ്തോത്രം. നിങ്ങളെ 4-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ചേ. അത് സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ തനിക്ക് ഈ യഹൂദന് വിരോധമായിട്ട് രേഖയുണ്ടാക്കി, രാജാവിന്റെ മുദ്ര ഇടിച്ചു. അതാ സംഭവിച്ചത്. അപ്പൊ ഈ സംഭവിച്ചതൊക്കെ കേട്ടു. ആ 3-ാം അധ്യായത്തിന്റെ 13 വായിച്ചത് സംഭവിച്ചത് തന്നെ. സകല യഹൂദന്മാരെയും ആബാലവൃദ്ധ കുഞ്ഞുങ്ങളെയും കൊന്നുമുടിക്കുകയും അവരുടെ വസ്തുവക